ഇന്ന് നമ്മൾ ഓറഞ്ച് വെച്ചിട്ടൊരു ഫേഷ്യലാട്ടോ ചെയ്യാൻ പോകുന്നത്. ഫ്രഷ് ഓറഞ്ച് വെച്ചിട്ടാണ് ഫേഷ്യൽ ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫേഷ്യലൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ഓറഞ്ച് ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടൊരു ഫേഷ്യലൊക്കെ ചെയ്ത് നല്ല സുന്ദരി കുട്ടികളായിട്ട് പോകാം അല്ലേ. എല്ലാവരും സുന്ദരന്മാരൊക്കെയല്ലേ. അപ്പോൾ ഒന്നുകൂടെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റ് ആക്കാനും ഒരു ഗ്ലോയിങ് സ്കിന്നൊക്കെ കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫേഷ്യൽ നമുക്കൊന്ന് ചെയ്യാം. ഓറഞ്ച് വെച്ചിട്ട് നമ്മൾ ഫേസ് നല്ല ക്ലീൻ ആക്കി വയ്ക്കാം. എന്തെങ്കിലും ക്ലെൻസറോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഫേസ് വാഷോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഫേസ് നല്ല ക്ലീൻ ആക്കി വെക്കണം. പിന്നെ ഫേസ് ക്ലീൻ ആയതിനു ശേഷം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രബാണ്. അപ്പോൾ സ്ക്രബിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കോഫി പൗഡറാണ് കേട്ടോ. ഇത് നമ്മുടെ സാധാരണ കോഫി പൗഡറാണ്, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതല്ല. സാധാരണ കോഫി പൗഡർ എടുക്കുക, ഒരു 1/4 ടീസ്പൂണോളം ഇട്ടാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് നല്ല തൈരാണ് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് ഞാൻ ഇടാൻ പോകുന്നത് തൈരാണേ. അപ്പോൾ നമ്മൾ ഈ കോഫി പൗഡർ മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തൈര് ഇതിനകത്തേക്ക് ചേർക്കുകയാണേ. ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ, നമ്മൾ സ്ക്രബ് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ ഈ നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉപയോഗിക്കാതെ ഈ സാധാരണ കോഫി പൗഡർ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ഒരു തരിതരിപ്പ് വേണം അല്ലേ. അപ്പം അതിനായിട്ടാണ് നമ്മൾ ഈ സാധാരണയായിട്ടുള്ള കോഫി പൗഡർ യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റൻ്റ് ആകുമ്പോൾ അതിനകത്ത് തരിതരിപ്പ് കുറവും. അപ്പോൾ കോഫി പൗഡറും അതേപോലെ തൈരും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 കൈ കൊണ്ടും ഇങ്ങനെ കൈവിരലിലാക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് നല്ലോണം മസാജ് ചെയ്യാം. ഒരുപാട് മുറുക്കി ചെയ്യരുത് കേട്ടോ. വിരൽ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഓറഞ്ചിൻ്റെ ഒക്കെ സീസണാണ്, ഇഷ്ടംപോലെ ഓറഞ്ചൊക്കെ ഉണ്ട്. വലിയ വിലയൊന്നുമില്ല. നല്ല പഴുത്ത ഓറഞ്ച് എടുക്കണം മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനിങ്ങനെ ഓരോ ടിപ്സ് പറയുമ്പോഴും ഓരോ റിവ്യൂ പറയുമ്പോഴൊക്കെയും ഞാനൊക്കെ പരീക്ഷ നോക്കി 100% ജെനുവിനാണെന്ന് തോന്നുന്ന സംഭവങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. നമുക്കിതിനെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ച് മാറ്റാം. നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഈ തുണി നനച്ച് വെച്ചിട്ടുണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് ഫേസ് തുടച്ചെടുക്കാം. ഒരുപാട് അമർത്തിയൊന്നും തുടയ്ക്കരുത് കേട്ടോ. കാരണം നമ്മുടെ സാധാരണ കോഫി പൗഡർ ഒത്തിരി തരി ഉണ്ടാവും അല്ലേ. അവിടെ മെല്ലെ തുടച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഫേസ് നന്നായിട്ട് തുടച്ചെടുക്കും കേട്ടോ. ഇനി നമുക്ക് മസാജ് ചെയ്യാം. അപ്പോൾ മസാജ് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഓറഞ്ചാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് എടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മളിനി മസാജ് ചെയ്യണം. നമുക്ക് ഒരു ഓറഞ്ച് എടുക്കാം. ഇവിടെ കുഞ്ഞ ഓറഞ്ചാണ് എൻ്റെ ഉള്ളൂ. ഇഷ്ടംപോലെ ഓറഞ്ച് ഉണ്ടായിരുന്നു. ചെന്ന് നോക്കുമ്പോൾ എല്ലാം കുട്ടികളെ തിന്ന് തീർത്ത് ലാസ്റ്റ് കിട്ടിയ സംഭവം ഇത്. അപ്പോൾ അതുകൊണ്ട് ഓണം പോലെ അല്ലേ. അപ്പം നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. ഇതാ ഇങ്ങനെ വട്ടത്തിലാണ് മുറിച്ചെടുത്തേക്കുന്നത് കേട്ടോ. ഞാൻ മുറിച്ചെടുത്തേ. ഇനി ഇതിനകത്ത് കുരു ഉണ്ടെങ്കിൽ നമുക്ക് ആ കുരുവൊക്കെ കളയാം. എന്നിട്ട് ഇതിനെ ഈ തൊലി ഉണ്ടല്ലോ അതിങ്ങനെ നമുക്ക് മുറിച്ച് മാറ്റണം. അല്ലെ നമ്മളിത് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലൊക്കെ കൊണ്ട് കോറലൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു കണ്ടോ. അങ്ങനെ കട്ട് ചെയ്തു. ഇനി നമുക്കിത് വെച്ചിട്ട് നല്ലോണം മസാജ് ചെയ്യാം. ഇതിൻ്റെ നീരൊക്കെ തീരുന്നിടം വരെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ നീരിങ്ങനെ കുറഞ്ഞ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഞെക്കി കൊടുക്കാണ്ട, ഞെക്കി കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ചെയ്യാം. അങ്ങനെ വട്ടത്തിൽ ചെയ്ത് മൂക്കിൻ്റെ ഇവിടെ സൈഡിൽ ഒക്കെ ചെയ്ത് കൊടുക്കുക. നീര് കുറയുന്നതനുസരിച്ച് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഞെക്കി കൊടുക്കുക. അതിൽ ഇതിൻ്റെ സ്കിന്ന് തട്ടുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുറിച്ച് കളയും. ഇന്ന് വിട്ടു പോകുകയാണെങ്കിൽ നീര് ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയായി. ഫുള്ള് നമ്മളെടുത്തു ജ്യൂസ് അല്ലേ. ഇനി നമുക്ക് മസാജിങ് കഴിഞ്ഞു, സ്ക്രബും മസാജിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് പാക്ക് ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ നമുക്കിനി പാക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ പാക്ക് റെഡിയാക്കാൻ പോകട്ടെ. അപ്പോൾ നമ്മൾ ഓരോ ഓറഞ്ചിൻ്റെ പകുതി എടുത്തുള്ളൂ, ബാക്കി പകുതി ഇരിപ്പുണ്ട് അല്ലേ. അപ്പോൾ ഇത് വെച്ച് മസാജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എടുത്തിട്ടില്ല. ഇതിൻ്റെ നീര് കുഞ്ഞ ഓറഞ്ചല്ലേ. അപ്പോൾ ആവശ്യത്തിന് നീര് കിട്ടിയില്ലെങ്കിലോ എന്ന് ചോദിച്ച് പാക്ക് ഉണ്ടാക്കണം, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഓറഞ്ചിൻ്റെ നീര് നമ്മൾ പിഴിഞ്ഞൊഴിച്ച്
ഇനി ഇതിലേക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫിയുടെ പൗഡറാണ്. ഇത് ചെറിയ പാക്കറ്റ് 2 രൂപയുടെ പാക്കറ്റ് തന്നെ തന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം മാത്രം ഇടാൻ മതിയല്ലോ. അപ്പോൾ ഞാൻ ഈ ഓറഞ്ചിന് നീരിലോട്ട് ഇതിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാണ്. ഇത് പാക്ക് ഫേസ് ഫുള്ള് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പാക്ക് നമുക്ക് നന്നായിട്ട് വലിയുമ്പോൾ തുടച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ തുണി നനച്ച് നമുക്ക് തുടച്ചെടുക്കാം. സ്ക്രബ് ചെയ്ത് അതേ ടൗലാണ്, പക്ഷേ ഇത് സ്ക്രബ് ചെയ്തതിന് ശേഷം ഒന്ന് കഴുകിയിട്ട് വേണം എടുക്കാൻ. കാരണം ഇതിൽ കോഫി പൗഡറിൻ്റെ തരിയൊക്കെ കാണും. അപ്പോൾ വാഷ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് നല്ലോണം നമുക്ക് തുടച്ച് മാറ്റാം. സ്കിൻ ബ്രൈറ്റനിങ് പറ്റൊരു ഫേഷ്യലാട്ടോ ഇത്. ബാക്ക്ഗ്രൗണ്ട് നല്ല കൊച്ചിറ്റിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും കേട്ടോ. ഫേസ് ഫുള്ള് തുടച്ച് ക്ലീൻ ആക്കിയിട്ടാ. ഇത് കഴിഞ്ഞിട്ട് നല്ലൊരു മോയ്സ്ചറൈസറിങ് നിങ്ങൾ എന്ത് ക്രീമാണ് യൂസ് ചെയ്യുന്നത് അതൊന്ന് ഇട്ട് കൊടുത്തോട്ടോ, മുഖം ഡ്രൈ ആവാതിരിക്കാനാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.